കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടിച്ച് കറിവെച്ച സംഭവത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളായ 3 പേരെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ കൽക്കട്ട സ്വദേശികളായ സൈഫുൻ ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. മേടവിഷു ഉത്സവം പ്രമാണിച്ച് അമ്പലക്കടവിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ടെന്റ് കെട്ടി കച്ചവടം നടത്തുവാൻ വന്നവരായിരുന്നു മത്സ്യങ്ങളെ പിടിച്ചത്. ഇവിടുത്തെ മത്സ്യങ്ങളെ പിടിച്ചുകൂടാ എന്ന് തങ്ങൾക്കറിയില്ല എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത്. മത്സ്യത്തെ പിടിച്ച് വൃത്തിയാക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരുമാണ് ഇരുവരെയും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായി താൽക്കാലികമായി കടകെട്ടി കച്ചവടം ചെയ്യാൻ പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ബഷീർ എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ പെരേടത്തിൽ കട നടത്തുകയും അതിന് തൊട്ടു പുറകിലായി, അതായത് ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള 2 കിലോമീറ്റർ ക്ഷേത്രക്കടവിൽ നിന്നും 2 കിലോമീറ്റർ മുകളിലോട്ടും താഴോട്ടുമുള്ള അത് നിരോധിത മേഖലയാണ്. മത്സ്യബന്ധനത്തിന് നിരോധിത മേഖലയായിട്ടുള്ള സ്ഥലത്ത് നിന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ മീൻ പിടിക്കുകയും ഈ ദിവസത്തിൽ തൊട്ടു മുമ്പുള്ള ദിവസം മീൻ വെച്ച് കഴിക്കുകയും ചെയ്തിട്ടുള്ള കറി ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുകയും തദവസരത്തിൽ നമ്മളവിടെ എത്തുമ്പോൾ ഇവർ മീൻ പിടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ കുളത്തൂപ്പുഴ HSI CI വിവരം അറിയിക്കുകയും അവിടുന്ന് പോലീസുകാർ വന്ന് ഇടപെട്ട് പ്രതികളെ ഇവിടെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. മേൽ നടപടികൾക്ക് ശേഷം പ്രതികളെ പുനലൂർ കോടതിയിൽ ഹാജരാക്കുമെന്ന് കുളത്തൂപ്പുഴ പോലീസ് പറഞ്ഞു. ക്ഷേത്രത്തിലെ തിരുമക്കൾക്ക് മീനൂട്ട് വഴിപാട് നടത്തുന്ന വകയിൽ 12 ലക്ഷം രൂപയോളം വർഷത്തിൽ ലേലം ചെയ്തു നൽകുന്നുണ്ട്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മത്സ്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പറയാനുള്ളത്, ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ ജീവനക്കാരും അതിൻ്റെ ഓഫീസർമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഈ നമ്മുടെ ധർമ്മശാസ്ത്ര ക്ഷേത്ര തിരുമക്കൾ എന്ന് പറയുന്ന അവർക്ക് ലേലം ചെയ്യുന്ന തുക 12 ലക്ഷം രൂപയും അതിൻ്റെ GST ആണ്. അത് മേടിക്കാൻ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പെൻഷൻ പറ്റി പോയിട്ട് തിരിച്ച് സ്ഥിരമായിട്ട് ആളെ നിയമിക്കാനോ ഈ താൽക്കാലികമായെങ്കിലും ഒരാൾ സെക്യൂരിറ്റി കൊടുക്കാനോ അവർ തയ്യാറാകും. മീഡിയ 2020 പ്രാദേശിക വാർത്ത കുളത്തൂപ്പുഴ.